വായിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ചിന്നും മിന്നും കളർ പിടിച്ചതാണ്. രചന സിന്ധു രവിശങ്കർ വി. വര ഗിരീഷ് എ വി. അവധി ആഘോഷിക്കാൻ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയ ചിന്നും മിന്നും ട്രെയിൻ യാത്രക്കിടയിൽ ഒരു കൊള്ളക്കാരനെ രഹസ്യമായ പിടികൂടിയ കഥ. നാളെ അമ്മൂമ്മയെ കാണാൻ പോകുന്നത് ഉത്സാഹത്തിലാണ് ചിന്നും മിന്നും. അതുകൊണ്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങി. ചിന്നുവിനും മിന്നുവിനും ക്യാരറ്റ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മ അവർക്ക് യാത്രക്ക് കൊണ്ടുപോകാൻ കുറെ ക്യാരറ്റുകൾ തയ്യാറാക്കി. ചിന്നുവും മിന്നുവും നേരത്തെ എഴുന്നേറ്റു. ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകുവാൻ റെഡിയായി. പൊതിയൊക്കെ അമ്മ ഒന്നും കൂടി പരിശോധിച്ചു. ക്യാരറ്റുകൾ ആവശ്യത്തിനുണ്ടെന്ന് ഉറപ്പുവരുത്തി. അവർ നേരത്തെ സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ നിറയെ യാത്രക്കാരായിരുന്നു. ചിന്നുവിനും മിന്നുവിനും അമ്മ ഓരോ ക്യാരറ്റുകൾ നൽകി. പെട്ടെന്ന് അന്തരീക്ഷം ശബ്ദഭരിതമായി. എല്ലാവരും കണ്ണുകൾ ഗേറ്റിലേക്ക് നീണ്ടു. വലിയൊരു കാറ് വന്ന് നിർത്തി. മിസി എന്ന പ്രസിദ്ധ ഗായിക കാറിൽ നിന്നിറങ്ങി സ്റ്റേഷനിലേക്ക് നടന്നു. രാജാറാണി എക്സ്പ്രസ് മിസിയും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. മിസിയെ അടുത്തു കാണാൻ ചിന്നുവും മിന്നുവും ഗേറ്റിന് അടുത്ത് ചെന്ന് നിന്നു. മിസി സ്റ്റേഷനിൽ എത്തിയ ഉടനെ ഒരാൾ ചാടി വീണു. ബാങ്ക് എന്ന കൊള്ളക്കാരനായിരുന്നു അത്. ബാങ്ക് അറയിൽ നിന്ന് തോക്കെടുത്ത് ആളുകളുടെ ചൂണ്ടി. എല്ലാവരും ഭഗചതികളായി. മിസി പേടിച്ച് നിലവിളിച്ചു. കൂട്ടുകാരെ, ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേരാണ് കഥ ഉണ്ടായ കഥ. രചന ഡോക്ടർ ശ്രീകുമാർ. ചിത്രീകരണം ടി ആജേഷ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പണ്ടൊരു അറുപ്പിശുക്കൻ കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പെരുവയർ ഇപ്പോൾ പൊട്ടാനായ മട്ടിൽ വീർത്തിരുന്നു. ആ പെരുവയറ്റിലാണ് ലോകത്തെ എല്ലാ കഥകളും നെങ്ങിനെരുങ്ങി കഴിഞ്ഞത്. ചങ്ങാതി, ഒരു കഥ പറഞ്ഞു തരാമോ? ഏലത്തെ കുട്ടികൾ പിശുക്കൻ കുട്ടിയോട് ചോദിച്ചു. കഥ പോയിട്ട് കാ പോലും പറഞ്ഞു തരില്ല. കോലൊടിച്ചിട്ടു പിശുക്കൻ കുട്ടി കരഞ്ഞു. കലങ്ങിയ കണ്ണുകളോട് തിരിച്ചു പോയി കുട്ടികൾ. അതു കണ്ട് വയറു
കുലുക്കി ചിരിച്ചു പിശുക്കൻ കുട്ടി. പിശുക്കൻ കുട്ടി വലുതായി യുവാവായി. പെരുവയറും വളർന്നു. നൊപ്പം ചേട്ടാ, ഒരു കഥ പറഞ്ഞു കേൾപ്പിക്കാമോ? ഞങ്ങളെ അയൽവാസി കുട്ടികൾ കെഞ്ചി. ആ വെള്ളം അങ്ങ് വാങ്ങിയോ? കഥ പറഞ്ഞു തരില്ല. പിശുക്കൻ അറ്റ കൈ ഉപ്പു തേക്കുമോ? കണ്ണു നിറഞ്ഞ് നെഞ്ചു കലങ്ങി കുട്ടികൾ സങ്കടപ്പെട്ട് അവരെ വിട്ടന്ന് പോയി. പിശുക്കൻ കറുത്ത മുടി ഒന്നാകെ നരച്ചു. പെരുവയറും വളർന്നു. തിടം വെച്ചു. അമ്മാവാ, ഞങ്ങൾക്ക് കേൾക്കാൻ ഒരു കഥ പറയാമോ? അയൽവാസി കുട്ടികൾ താണുകേണ് ചോദിച്ചു. കഥയില്ല, കഥകളിയുമില്ല. പൊയ്ക്കോളാം വേഗം. അറുത്തു പറഞ്ഞു പിശുക്കൻ. സങ്കടം കൊണ്ട് വലയാതായി. കുട്ടികൾ വന്ന വഴിക്കു തന്നെ മടങ്ങിപ്പോയി. അവർ പിശുക്കൻ വയ്യാതായി. കയറ്റു കട്ടിലിൽ കിടന്ന കിടപ്പുമായി. മുത്തശ്ശ, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമോ? അപ്പോഴും വിട്ടില്ല. അയൽവാസി കുട്ടികൾ കുരുത്തം കെട്ടവർ. ഒന്നു സ്വൈരം
തരുമോ? മുട്ടൻ വടി വീശി ആട്ടിപ്പായിച്ചു. അറുപ്പിശുക്കൻ വിഷമം കുട്ടികളുടെ മൂക്കു ചുവന്നു. തേങ്ങി കരഞ്ഞ് അവർ ഓടിപ്പോയി. ഇതെല്ലാം കണ്ടും കേട്ടും കഥകൾക്ക് വശം കെട്ടു. അറുപ്പിശുക്കൻ ചത്താൽ ഞങ്ങളും ചാവുമല്ലോ. വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? തല പുകച്ച് അവരൊരു വഴി കണ്ടെത്തി. പെരുവയർ നടുവേ കീറി കഥകൾ പുറത്തേക്ക് ഓടി. നാടൻ കഥകൾ, തമാശക്കഥകൾ, പുരാണക്കഥകൾ, ചരിത്രക്കഥകൾ, പ്രേതക്കഥകൾ, യക്ഷക്കഥകൾ നാടായ നാട്ടിലെ കുട്ടികളുടെ മനസ്സിലേക്ക് ഓടി കയറി. കഥകൾ അങ്ങനെ കഥയുണ്ടായി. കുട്ടികളെല്ലാം കഥയുള്ളവരായി. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകത്തിന്റെ പേരാണ് ഡ്രോൺ ഡൗൺ ഡൗൺ. ഇത് രചിച്ചിരിക്കുന്നത് സൈജ എസ് ആണ്. ഇതിലെ ഓരോ ഭംഗിയായ ചിത്രങ്ങളും വരച്ചിരിക്കുന്നത് NG സുരേഷ് കുമാർ മുല്ലങ്ങടിയാണ്. ഈ കഥയിലുള്ളത് പാന്തർ എന്ന വലിയ കടുവയും മൃഗങ്ങളും ഡ്രോണും ആണ്. പാന്തറിന് ഇഷ്ടമുള്ള ജോലി പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്നതായിരുന്നു പാന്തറിന്റെ ജോലി. അങ്ങനെ ഒരിക്കൽ പാന്തർ ഒരു ട്രോഫിയുമായി വന്നിറങ്ങി. ആ ട്രോഫി ആരും ശ്രദ്ധിച്ചതേയില്ല. അങ്ങനെ ഒരു ദിവസം അമ്മ പൂച്ച കരഞ്ഞു പാന്തറിന്റെ അടുത്തെത്തി. അമ്മ പൂച്ച വിഷമത്തോടെ പറഞ്ഞു, "എന്റെ കുഞ്ഞിനെ കാണാനില്ല. പല ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന ആളല്ലേ. എന്തെങ്കിലും ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് എന്റെ കാണാതായ കുഞ്ഞിനെ കണ്ടുപിടിച്ചു തരുമോ?" പാന്തർ ചിന്തിച്ചു. അപ്പോൾ പാന്തർ പൂച്ചമ്മയുടെ
തലക്കുമുകളിലൂടെ ഡ്രോൺ ഓടിച്ചു. പൂച്ചമ്മ ഞെട്ടിത്തിരിച്ചു നിന്നു. അങ്ങനെ ഡ്രോൺ കൊണ്ട് പലയിടത്തും നോക്കിയപ്പോൾ കാണാതായ ഒരു ആനക്കുട്ടിയെ കണ്ടു. പിന്നെ ഡ്രോൺ നോക്കിയപ്പോൾ ഒരു കോഴിക്കുട്ടിയെ കണ്ടു. പിന്നെ നോക്കിയപ്പോൾ മുയൽക്കുട്ടിയെ കണ്ടു. പിന്നെയും നോക്കിയപ്പോൾ ആട്ടിൻകുട്ടിയെ കണ്ടു. പിന്നെ നോക്കിയപ്പോൾ പൂച്ചക്കുട്ടിയെ കണ്ടു. പൂച്ചക്കുട്ടിയെ കണ്ടിട്ട് അമ്മ പൂച്ചക്ക് സന്തോഷമായി. പാന്തർ ഉറക്കെ പറഞ്ഞു, ഡ്രോൺ ഡ്രോൺ ഡൗൺ ഡൗൺ. ഈ ശബ്ദം കേട്ടിട്ട് കാണാതായ കുട്ടികളും അമ്മമാരും ഓടിയെത്തി പാന്തറിനെ പ്രോത്സാഹിപ്പിച്ചു. പാന്തർ പറഞ്ഞു, എനിക്ക് അന്ന് കിട്ടിയ ട്രോഫി ഈ ഡ്രോൺ കണ്ടുപിടിച്ചതിനായിരുന്നു ഞാൻ നാട്ടിൽ വന്നിറങ്ങിയത്. I am Inshan. ഈ പുസ്തകത്തിന്റെ പേര് കണ്ടവരുണ്ടോ? ഇത് എഴുതിയത് ഷിനോജ് രാജ്. 4 മണിക്ക് തൊട്ട് മുമ്പാണ് ആരോ ബോർഡിൽ ഒരു കുറുക്കനെ വരച്ച് കയ്യിലും ജനഗണമന തുടങ്ങി. അതിനുശേഷം നീട്ടി ബെല്ലടിയും. കുട്ടികളൊക്കെ പോയപ്പോൾ കുറുക്കൻ പതുക്കെ ബോർഡിനിറങ്ങി. ഓഫീസ് മുറിയിലെ സംസാരങ്ങളും ചിരിയും കൊണ്ടാണ് കേട്ട് തരിച്ച് നിന്നു. പിന്നെ ഓടി ബോർഡിൽ തന്നെ കയറി. അല്പം മയങ്ങിപ്പോയ കുറുക്കൻ ഗേറ്റ് വലിച്ചു പൂട്ടുന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്നത്. വീണ്ടും ബോർഡിനിറങ്ങി സ്കൂൾ ആകെ വലം വെച്ചു. അപ്പോഴേക്കും വിശപ്പും തുടങ്ങിയിരുന്നു. ഒരു ചിത്രക്കുറുക്കനായതുകൊണ്ട് ഏത് മുറിയിലും കയറി ചെല്ലാമായിരുന്നു. കന്നിപ്പുരയുടെ അടച്ചിട്ട വാതിലിനുള്ളിൽ അകത്തെത്തിയപ്പോൾ 4-5 വറ്റും 2 മണിപ്പയറും കിട്ടി. അങ്ങനെ വയറു നിറഞ്ഞപ്പോൾ വയറു വലുതാവാനും തുടങ്ങി. പിന്നെ ഇടാതിരിക്കാനും കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ കന്നിപ്പുര തുറന്ന ജാനകിയമ്മ ചോറ് വയ്ക്കുന്ന വട്ടച്ചെമ്പിൽ ഒരു കുറുക്കൻ വാലും ചുരുട്ടി ഗുർ 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 ന്ന് കൂർക്കം വലിച്ചുറങ്ങുന്നതാണ്. അമ്പട കള്ള കുറുക്ക, നീയെങ്ങനെ ഇവിടെ എത്തി? ജാനകി വെള്ളം ചോദിക്കലും
വെള്ളം കോരുന്ന ബക്കറ്റ് ഇടതു കൈയിൽ പിടിച്ച് വലതു കൈയിൽ കയറു കൊണ്ട് 4 പൂശ കൊടുത്തു. കുറുക്കൻ തൃശൂർ പൂരത്തിന്റെ അമ്മിട്ട് പോലെ ഷൂട്ടോ 6A മുന്നിൽ പോയി വീണു. കുട്ടികൾ കാണെ തന്നെ കുറുക്കൻ ഓടി ബോർഡിൽ കയറി ഇട്ടും കുറുക്കന്റെ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. കരഞ്ഞ് ബോർഡാകെ നനഞ്ഞു. കുട്ടികൾക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കുറുക്കന്റെ സങ്കടം കണ്ടു നിൽക്കാനും ആവുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ ടീച്ചർ എത്തിയപ്പോഴേക്കും കുറുക്കന്റെ സങ്കടം ഒരുവിധം മാറിയിരുന്നു. കുറുക്കൻ കുട്ടികളെല്ലാം എഴുന്നേറ്റു നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ദേഷ്യം വന്നു. ടീച്ചർ ബോർഡിലേക്ക് നോക്കി കണ്ണുരുട്ടി. പിന്നെ ഡസ്റ്റർ എടുത്ത്. അപ്പോഴേക്കും കുറുക്കൻ ചാടി ഓടി. കുട്ടികൾ ബഹളം വച്ചെങ്കിലും അത് തിരിഞ്ഞു നോക്കിയില്ല. വരാന്ത വളഞ്ഞ് മഞ്ചാടിമരം ചുറ്റി കുറുക്കൻ നിർത്താതെ ഓടി. കഞ്ഞിപ്പുരക്ക് അടുത്തെത്തിയപ്പോൾ അതാ ജാനകി അമ്മ അരി കഴുകുന്നു. കുറുക്കനാകെ വിറച്ചു. എങ്ങോട്ട് പോവും? തിരിഞ്ഞോടിയ കുറുക്കൻ നേരെ കിണറ്റിൽ വീണു. ഒരു ചിത്രക്കുറുക്കനായതുകൊണ്ട് ആരും ഒച്ച കേട്ടില്ല. കുറച്ച് ചോക്ക് പൊടികൾ മാത്രം വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിന്നു. പയറു കഴുകാൻ വെള്ളമെടുത്ത ജാനകി അമ്മ വെള്ളത്തിനു മുകളിൽ വെള്ള നിറമുള്ള പൊടികൾ കോരിയെടുത്ത് മഞ്ചാടിച്ചുവട്ടിനൊഴിച്ചു. സ്കൂൾ വിട്ട് കുട്ടികൾ കുറുക്കനെ ഒരുപാട് അന്വേഷിച്ചു. ഇപ്പോൾ സ്കൂൾ വിട്ട് കുട്ടികളെല്ലാം പോയി ഗേറ്റുമടച്ചു കഴിഞ്ഞാൽ വെഞ്ചാടിച്ചോട്ടിൽ നിന്ന് ഒരു അടക്കിപ്പിടിച്ച തേങ്ങൽ കേൾക്കുമത്രേ. ചിലപ്പോൾ അത് ഒരു കുഞ്ഞി തേങ്ങൽ പോലെ ഇളം കാറ്റിൽ ദയിച്ചങ്ങനെ സ്കൂളിനെ വലം വെക്കും. കൂട്ടുകാരെ, ഞാൻ ഷെൻസ ഫാത്തിമ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വീട് വലുതാവുന്നു. രചന ഡോക്ടർ കെ ശ്രീകുമാർ. ചിത്രീകരണം സഞ്ജിത്രൻ കാറടുക്ക. അമ്മുക്കുട്ടി ഒരു വീട് വരച്ചു. കൊച്ചു വീട്. ഇതെന്റെ പുന്നാര വീട്.
ഈ വീട്ടിൽ ഞാൻ മാത്രം. അപ്പോൾ ഞങ്ങളോ അച്ഛനും അമ്മയുമാണ്. പിന്നെന്താ, അവൾ വീടിത്തിരി വലുതാക്കി. ഞാനെവിടെ പോകും? ഏട്ടനുണ്ട് മുഖം വീർപ്പിച്ച്. പാവം ഏട്ടൻ. വീട് പിന്നെയും വലുതായി. മ്യാവൂ മ്യാവൂ. കുറിഞ്ഞി പൂച്ചയും കുഞ്ഞി പൂച്ചകളും. അവർ എവിടെ പോകാൻ? കൊലായ നീട്ടി പൂച്ചക്കൂടാക്കി. തത്തമ്മേ പൂച്ച പൂച്ച കൂട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി. രാരി തത്തമ്മ. മറന്നു രാരി തത്തമ്മ. ഈക്കും കിട്ടി വീട്, ഇത്തിരി സ്ഥലം. അമ്മുക്കുട്ടിയുടെ ചെറിയ വീട് വലുതായി. ഇപ്പോൾ ഞങ്ങളെ വേണ്ടല്ലോ. അയൽക്കാരായാലും സ്വന്തം പോലല്ലേ. കൂട്ടുകാർ, അയൽക്കാർ, ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ എല്ലാമുണ്ട്. ഇപ്പോഴിത് കൊച്ചു വീടല്ല, വലിയ ഒരു വീട്. ഇപ്പോഴാണ് ഇത് ഒരു വീടായത്. അമ്മുക്കുട്ടി വീട്ടിൻ്റെ ചന്തം നോക്കി. താൻ മാത്രമുള്ള വീട്. എത്ര വിരസം. എല്ലാവരും വന്നപ്പോൾ എത്ര രസം. അപ്പോഴൊരു തണുത്ത കാറ്റു വീശി. പിന്നാലെ മഴയും തുടങ്ങി. നനയാതിരിക്കാൻ വലിയൊരു കുട വരച്ചുണ്ടാക്കി അമ്മുക്കുട്ടി. തരിമ്പും നനഞ്ഞില്ല ആരും. എൻ്റെ വീടല്ല, നമ്മുടെ വീട്. അമ്മുക്കുട്ടി തിരുത്തി. അവരെല്ലാം അവളും കൊപ്പം കൂടി. അമ്മുക്കുട്ടിയൊരു നല്ല മോള്. നമ്മുടെ വീടൊരു
ഒരു നല്ല വീട്. ഡോക്ടർ കെ ശ്രീകുമാർ. ചിത്രരചന ജയകൃഷ്ണൻ. പട്ടത്തെ സ്വന്തം രാജ്യത്ത് കുഞ്ഞിപ്പട്ടത്തെ ആരും പേടിപ്പിക്കാനാണ് മനസ്സും നിറഞ്ഞ് പറന്നു പറന്നു നടന്നു പോകുമ്പോൾ പേടി എന്തെന്നു അവൻ പറന്നു കഴിഞ്ഞു വരുന്നു. വരാന്തയിൽ മടി പിടിച്ച് ചുരുണ്ട് കിടന്നു കുഞ്ഞിപ്പട്ടം. മടിയൻ കുഞ്ഞിപ്പട്ട പട്ട 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 ഒന്നു പറന്നൂടെ എനിക്കന്നു ചോദിച്ചു ഇളം കാറ്റ്. കുഞ്ഞിപ്പട്ടത്തെ ഇളം കാറ്റ് വാരിയെടുത്ത് ഊഞ്ഞാലിലിരുത്തി. ഊഞ്ഞാൽ കുഞ്ഞിപ്പട്ടത്തെയും കൊണ്ട് ഊഞ്ഞാൽ മുകളിലേക്ക് വാരിയെടുത്തു. അയ്യോ കഷ്ടം. മരത്തിൽ കുഞ്ഞിപ്പട്ടം കുടുങ്ങി. അതാ അലർത്തലച്ചു വരുന്നു കൊടും കാറ്റ്. കൊടും കാറ്റ് കുഞ്ഞിപ്പട്ടത്തെ രക്ഷിച്ച് മേഘങ്ങളുടെ അടുത്തെത്തിച്ചു. പട്ടം കുട്ട ഇനിയും അടുത്തിൽ കയറുമ്പോൾ പോകൂ എന്ന് കത്തും സൂര്യൻ പേടിപ്പിച്ചു. അടുത്തുവാൻ കരിപ്പട്ടം കുമെന്ന് കാർമേഘം കണ്ണുരുട്ടി. കുഞ്ഞിപ്പട്ടത്തെ ചോദ്യക്കുമെന്നായി ഇടിമിന്നൽ. പെയ്തു നനച്ചു കുതിർത്തു കളയുമെന്ന്
വിരാട്ടി കുറുമ്പൻ മഴ കിടുകിട വിറപ്പിക്കുമെന്ന് ശീതൻ കാറ്റ് കണ്ണുരുട്ടി രാത്രി ചിറകു തൊട്ടുരുമ്മി പറന്നു. അന്നെല്ലാം പോലെ കടുപ്പം, പട്ടുപോലെ മൃദുലം, തേൻ പോലെ മധുരം. പണ്ടരിക്കൽ വനത്തിന്റെ ആകൃതിയിലുള്ള ആ കുടിലിൽ ഒരു വൃദ്ധ ജീവിച്ചിരുന്നു. പെട്ടെന്ന് ഒരു ദുഷ്ടനായ ചെന്നായ അവരുടെ വഴി തടഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തിന്നും. വൃദ്ധ പറഞ്ഞതു വിശ്വസിച്ച് ചെന്നായ സന്തോഷിച്ച് പോയി. ഇരുട്ടായപ്പോൾ ചെന്നായ വൃദ്ധയുടെ കുടിലിനു മുന്നിൽ വന്ന്
കൂട്ടുകാരെ, ഐ ആം മുഹമ്മദ് റസീൽ. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേര് കോഴിക്കുഞ്ഞ്. ഇത് രചിച്ചത് കോർണി ഷുഗോവ്സ്കി. പുനരാഖ്യാനം മേധ ശർമ്മ KS. ചിത്രീകരണം തമാര ഷെവരോവ. ഇതിലെ കഥാപാത്രം കോഴിക്കുഞ്ഞാണ്. ഒരു കൃഷിയിടത്തിൽ പണ്ട് ഒരു കൊച്ചു കോഴിക്കുഞ്ഞ് ജീവിച്ചിരുന്നു. അവനെ കണ്ടാൽ ഇതുപോലെ ഇരിക്കും. ഇത്തിരിയേ ഉള്ളുവെങ്കിലും താൻ വളരെ വലുതാണെന്ന് അവന്റെ വിചാരം. ധിക്കാരഭാവത്തിൽ തല ഉയർത്തിപ്പിടിച്ച് അവൻ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു. അമ്മ കോഴി അവനെ വളരെ സ്നേഹിച്ചു. അമ്മയെ കണ്ടാൽ ഇങ്ങനെയുണ്ട്. അമ്മ കോഴി കോഴിക്കുഞ്ഞിന് തിന്നാൻ പുഴുക്കളെ കൊടുത്തു. പുഴുക്കളെ കണ്ടാൽ ദാ ഇങ്ങനെയുണ്ട്. ഒരു ദിവസം അതിലേ വന്ന കറുമ്പൻ പൂച്ച അമ്മ കോഴിയെ കൃഷിയിടത്തിൽ നിന്നും പേടിപ്പിച്ച് ഓടിച്ചു. കറുമ്പൻ പൂച്ചയെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. കോഴിക്കുഞ്ഞ് വേലക്കരികിൽ ഒറ്റപ്പെട്ടു പോയി. പെട്ടെന്ന് ഒരു വലിയ സുന്ദരനായ പൂവൻ കോഴി വേലിക്കടുത്തേക്ക് പറന്നു വരുന്നത് അവൻ കണ്ടു. പൂവൻ കോഴി കഴുത്തു നീട്ടി ഇങ്ങനെ നിന്നു. എന്നിട്ട് പരമാവധി ഉച്ചത്തിൽ കൂവി കൊക്കരക്കോക്കോ. അവൻ ചുറ്റുപാടും ഗൗരവത്തോടെ നോക്കി. അത് കണ്ടാൽ ഇങ്ങനെ പറയുന്നത് പോലെ തോന്നും: ഞാനൊരു ചുണക്കുട്ടനല്ലേ, ഞാനൊരു സുന്ദരനല്ലേ. കോഴിക്കുഞ്ഞിന് സന്തോഷം തോന്നി. അവനും കഴുത്ത് നീട്ടി നിന്നു. ദാ ഇങ്ങനെ. മുഴുവൻ ശക്തിയുമെടുത്ത് അവൻ ശബ്ദമുണ്ടാക്കി: ചീപ് ചീപ് ചീപ്. ഞാനൊരു മിടുക്കൻ ചുണക്കുട്ടനാണ്, ഞാനൊരു സുന്ദര കുട്ടനുമാണ്. പക്ഷേ അവൻ ചളിക്കുഴിയിലേക്ക് മറിഞ്ഞു വീണു. ഗ്ലൂം. ഇതാ ഇങ്ങനെ. ചളിക്കുഴിയിൽ ഒരു തവള ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ കോഴിക്കുഞ്ഞിനെ കണ്ട് പൊട്ടിച്ചിരിച്ചു. ഹോ, നീ ഇനിയും ഒത്തിരി വളരാനുണ്ട്. തവളയെ കണ്ടാൽ ഇതുപോലെയുണ്ട്. അമ്മ കോഴി കോഴിക്കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വന്നു. അവനെ ആശ്വസിപ്പിക്കാനായി അവൾ അവനെ സ്വന്തം ചിറകിനടിയിലേക്കു ചേർത്ത് പിടിച്ചു. അത് ഇങ്ങനെയായിരുന്നു. ഹായ് കൂട്ടുകാരെ, ഞാൻ നിഹ ഫാത്തിമ. ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് തക്ബീർ എന്ന കടുവക്കുട്ടി. കഥ ലതിക നാദിറാണ. ഫോട്ടോ നന്ദ ശംഷേർ ജംഗ് ബഹാദൂർ റാണ. ഒരു കടുവക്കുട്ടി ഉണ്ടായിരുന്നു. അവന്റെ പേര് തക്ബീർ എന്നായിരുന്നു. അവന്റെ അമ്മയോടൊപ്പം 2 സഹോദരിമാരോടൊപ്പം അവൻ ഒരു വലിയ ഗുഹയിലാണ് താമസിച്ചിരുന്നത്. ഗുഹയ്ക്കു ചുറ്റും മുളകളും ഉണ്ടായിരുന്നു. അവന്റെ 2 സഹോദരിമാരുടെ പേര് മുന്നു എന്നും ചിന്നു എന്നും ആയിരുന്നു. അവരുടെ അമ്മ ഒരു വലിയ പെൺകടുവയായിരുന്നു. സീത എന്നായിരുന്നു അവളുടെ പേര്. അവൾ കാട് ഭരിച്ചു.
ഭക്ഷണം തേടി പോകും. തെക്കുതീറും മുന്നുവും ചിന്നുവും വീട്ടിലിരിക്കും. ഒരു ദിവസം സീത അവരെ തനിച്ചാക്കി പോയപ്പോൾ അവർ 3 പേരും കൂടി ഒരു പാടുനേരം കളിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മുന്നുവും ചിന്നുവും ക്ഷീണിച്ച് ഉറങ്ങാൻ പോയി. അവൻ ചില ലങ്കൂർ കുരങ്ങന്മാരെയും കണ്ടു. ഒരു കുട്ടിക്കുരങ്ങൻ അവന്റെ അമ്മയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. കുട്ടിക്കുരങ്ങനോട് കൂട്ടുകൂടാൻ തെക്കുതീർ വെള്ളത്തിൽ നിന്നും ഇറങ്ങി പുറത്തു വന്നു. പെട്ടെന്ന് മയിലും കുരങ്ങന്മാരും ഉറക്കെ നിലവിളിച്ചു. തെക്കുതീർ തിരിഞ്ഞു നോക്കി. ഒരു വലിയ പുള്ളി പാറപ്പുറത്തിരിക്കുന്നു. അത് അവനെ തുറിച്ചു നോക്കുന്നു. തെക്കുതീർ പേടിച്ചോടി. അവൻ വേഗം അവിടെ നിന്നും ഓടിപ്പോയി. വഴിയിൽ അവൻ കരടിക്കുട്ടിയെ കണ്ടു. പക്ഷേ തെക്കുതീർ നിന്നില്ല. അവൻ ഒരുപാടു നേരം ഓടി. കുറെ കഴിഞ്ഞപ്പോൾ അവൻ വല്ലാതെ ക്ഷീണിച്ചു. തെക്കുതീറിനും വിശക്കാനും ദാഹിക്കാനും തുടങ്ങി. അപ്പോഴേക്കും നേരം ഇരുട്ടി. അവനും വഴിയും തെറ്റി. തെക്കുതീർ കരയാൻ തുടങ്ങി. അവൻ ഉറക്കെ അമ്മയെ വിളിച്ചു. തെക്കുതീറിന്റെ വിളി കേട്ട് സീത അവനെ അന്വേഷിച്ച് ഇറങ്ങി. അന്വേഷിച്ചതാണ് കേട്ടോ. പക്ഷേ തെക്കുതീർ ക്ഷീണിച്ചില്ല. അവൻ കളിക്കാൻ ഒരു കൂട്ടുകാരനെ തേടി പുറത്തേക്കു പോയി.
കണ്ടെത്തിയപ്പോൾ സീത അവനെ നക്കിത്തുടച്ച് സമാധാനിപ്പിച്ചു. തെക്കിതീർ കരച്ചിൽ നിർത്തി. ഇപ്പോൾ തെക്കിതീറും മുന്നുവും ചിന്നുവും സീതയും ഒന്നിച്ചാണ്. ഇനി ഒരിക്കലും ഒറ്റക്കു പുറത്തു പോകില്ലെന്ന് തെക്കിതീർ സത്യം ചെയ്തു. ഞാനിവിടെ ഒരു പുസ്തകം വായിക്കാൻ പോവുകയാണ്. കരടി ബലൂൺ. സചിത്ര കഥ. ഡോക്ടർ ടി.പി. കലാധരൻ. ചിത്രീകരണം സുഭാഷ് കല്ലൂർ. ഉത്സവം കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞു. കരടി ബലൂൺ ഉണർന്നു. ചുറ്റും ആരുമില്ല. കരടി ബലൂൺ നടന്നു. റോട്ടിൽ ഒരു പട്ടി. അതു മുരണ്ടു. ബീരു കാറ്റു വീശി. കരടി ബലൂൺ പട്ടിയുടെ നേരെ ചാടി. പട്ടി ഭയന്നു. പട്ടി വിറച്ചു മൂങ്ങി. വാല് ചുരുട്ടി ഓടി. റോഡിൽ കരടി. നാട്ടുകാർ അറിഞ്ഞു. ബഹളം വെക്കരുത്. ഫോൺ വിളിക്കൂ. പോലീസിനെ വിളിക്കൂ. 100 അല്ലേ നമ്പർ. ഫോൺ വിളിച്ചു. ഹലോ പോലീസല്ലേ? പോലീസ് സ്റ്റേഷനല്ലേ? എന്താ? സംഭവം. കരടി എവിടെ? റോട്ടിൽ. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഹന. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് പൂച്ചക്കുറിഞ്ഞൻ. ഇതിൻ്റെ രചന ഡോക്ടർ കെ ശ്രീകുമാർ. ചിത്രീകരണം ബെങ്കി. ഇതൊരു പൂച്ചൻ്റെയും മീൻകാരൻ്റെയും കഥയാണ്. മീൻകാരൻ ജീവനായിരുന്ന ആ പൂച്ചക്കുറിഞ്ഞരെ എന്നും അയാൾ അവൾക്ക് മീൻ കൊടുക്കും. അവൾ മ്യാവൂ എന്ന് കരഞ്ഞ് മീൻകാരനെ തൊട്ടിരുന്നു. അങ്ങനെയുള്ള പൂച്ചക്കുറിഞ്ഞരെ ഒരു നാൾ കാണാതായാലോ? എത്ര വലുതായിരിക്കും മീൻകാരൻ്റെ സങ്കടം. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നല്ലൊരു മീൻകാരൻ കള്ളിമുണ്ടെടുത്ത് മുടികം കയ്യൻ ബനിയനിട്ട് ചിരിച്ച് നല്ലൊരു പൂച്ചക്കുറിഞ്ഞൻ തൂവെള്ള നിറമുള്ള പന്നിക്കെട്ട് പോലെ സുന്ദരിയായ മീൻകാരന്റെ സൈക്കിൾ ബെൽ കേട്ടാൽ എവിടെയുണ്ടെങ്കിലും ഓടിയെത്തും. ബഹളം വെക്കാതെ ആക്രാന്തം കാട്ടാതെ അടുത്തെവിടെയെങ്കിലും അടങ്ങി നിൽക്കും. ആളൊഴിഞ്ഞാൽ മീൻകാരൻ മീനൊരെണ്ണം
എറിഞ്ഞു കൊടുക്കും. ഇന്ന് നിനക്കൊരു പിടക്കുന്ന അയില തരാം, നിനക്കൊന്നൊരു മത്തി തരാം, എന്തൊക്കെ പറയും. അവൾ മ്യാവു എന്ന് കരഞ്ഞ് മീൻകാരനെ തൊട്ടിരുവും. ഇനി നാളെ എന്നു പറഞ്ഞ് മീൻകാരൻ സ്ഥലം വിടും. പൂച്ചക്കുറിഞ്ഞാൽ വേറൊരു മീൻകാരൻ്റെയും അടുത്തു പോയില്ല. മീൻകാരൻ വേറൊരു പൂച്ചക്കും മീൻ കൊടുക്കില്ല. പോകെ പോകെ പൂച്ചക്കുറിഞ്ഞാരെ കാണാതായി. എത്ര ബെല്ലടിച്ചാലും അവൾ വരാതായി. പിറ്റൊന്നും വന്നില്ല, അതിൻ്റെ പിറ്റൊന്നും വന്നില്ല. 4-ാം നാളും 5-ാം നാളും വന്നില്ല പൂച്ചക്കുറിഞ്ഞാൻ. പൂച്ചക്കുറിഞ്ഞാർക്ക് എന്തു പറ്റിക്കാണുമോ? മീൻകാരൻ പലയിടത്തും തിരക്കി നടന്നു. മീൻകാരന്റെ കച്ചവടം തന്നെ രസമില്ലാതായി. കടപ്പുറത്ത് സങ്കടപ്പെട്ടിരുന്നു മീൻകാരൻ. അന്നു മീൻകാരൻ ബെല്ലടിച്ചെത്തി. അപ്പോഴത് ഓടി വരുന്നു പൂച്ചക്കുറിഞ്ഞാൻ. തന്റെ സുന്ദരി പൂച്ചക്കുറിഞ്ഞാൻ തന്നെ മീൻകാരന്റെ മുഖത്ത് സൂര്യനുദിച്ചു. പൂച്ചക്കുറിഞ്ഞാൻ മുമ്പേ 5-6 പൂച്ചക്കുഞ്ഞുങ്ങൾ. വാലേ വാലേ പൂച്ചക്കുറിഞ്ഞാരെ, നീ ഇത്രയും നാളും എവിടെ പോയത്? ഇതിന്റെ പൊന്നു മക്കളാണ്, ഞാൻ ഇവരെ പ്രസവിക്കാൻ പോയതാ. ഇന്നത്തെ മീൻ മുഴുവനും എന്റെ പൂച്ചക്കുറിഞ്ഞാർക്കും മക്കൾക്കും ഉള്ളതാണ്. വയറു നിറച്ചു തിന്നോളും. മീൻകാരൻ മീൻകുട്ട ചൊരിഞ്ഞിട്ടു വലിയൊരു മീൻകുമാരമായി കഴിയും. പൂച്ചക്കുഞ്ഞുങ്ങൾ കപ്പം കുപ്പം മീൻ തിന്നു. വയറു നിറഞ്ഞതും അവർ തല കുത്തി മറിഞ്ഞു. പൂച്ചക്കുറിഞ്ഞാർക്ക് വിശന്നിട്ടേയില്ല. മീൻകാരൻ മനസ്സു നിറഞ്ഞു. ഈ കഥ അവസാനിച്ചു. ഞാനിവിടെ ഒരു കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. കൊച്ചു കഥന്റെ പേര് ഉറുമ്പ് കൊട്ടാരം. ചിത്രരചന വിജയ നെയ്യാറ്റങ്കര. അമ്മുക്കുട്ടിക്ക് അമ്മാവൻ പിറന്നാൾ സമ്മാനം ഒരു ഗ്രീൻ ലെൻസ് കൊടുത്തു. ആ ഗ്രീൻ ലെൻസിലൂടെ ചുറ്റുമുള്ള എല്ലാതും നോക്കാൻ തുടങ്ങി. കുറുമ്പി പൂച്ചയുടെ മീശയും നോക്കി. അവൾ നടന്നു കാട്ടിലെത്തി. പുറകിൽ നിന്നൊരു ചോദ്യം. ഹലോ, ഇഞ്ഞൊന്ന് അയൽ നോക്കൂ. നോക്കിയപ്പോൾ ഉറുമ്പ് വലുതായി. ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം. നീങ്ങി ഉറുമ്പ് അമ്മുക്കുട്ടിനെ കൊട്ടാരത്തിൽ എത്തിച്ചു. ഹലോ, ഇവിടെ രാജാവില്ലേ? രാജാവില്ല, ഇവിടെ റാണിയാണുള്ളത്. ഇതു ആയി. അമ്മുക്കുട്ടി ഒരു കുളത്തിന്റെ മേലെ കൂടി ചാടി. അപ്പോൾ അമ്മുക്കുട്ടി വലുതായി, ഉറുമ്പ് ചെറുതുമായി. ഹായ് കൂട്ടുകാരെ, ഞാൻ വായിച്ച പുസ്തകം ഞാൻ കുഞ്ഞി മൂശ. രചന ചിത്രീകരണം ഗോപു പട്ടിത്തറ.
ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമൂശയുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഞാൻ കുഞ്ഞിമൂശ, 1 ഇത് ഞങ്ങളുടെ ക്ലാസ്സാ. എന്ത് ചന്താലേ, ഞങ്ങളെല്ലാരും കൂടി വൃത്തിയാക്കാറ്. ടീച്ചറും കൂടും. ചപ്പ് ചവറുകൾ ഒക്കെ ഇതിലാ ഇടുന്നത്. പിന്നെ വളമാക്കി ഇതിൻ്റെ ചോട്ടിലും. ഇത് ഞങ്ങളും ടീച്ചറും കൂടി ഉണ്ടാക്കിയതാ. ഇന്നത്തെ ഉച്ചക്കറി ഇതാണ്. ടീച്ചർ ചോറ് വിളമ്പി തരുമ്പോൾ അമ്മയുടെ മണവും സ്വാദാ. ഒറ്റ വറ്റുപോലും കളയാറില്ല. കഞ്ഞി പോലും കുടിക്കാൻ കിട്ടാത്ത എത്ര കുട്ടികളാ. ഡോമിൻ്റെ കിടപ്പ. അമ്മയ്ക്ക് പണിയില്ല. എന്താ കഷ്ടല്ലേ. ആരാ ടാപ്പ് അടക്കാതെ പോയെ? എനിക്കെന്താ 2 കുട. ഒന്ന് ടോമിനിക്കട്ടെ. ടീച്ചറെ അമ്മിണിക്കുട്ടി വീണു. ചോര വരുന്നുണ്ട്. നോക്കൂ, ഞങ്ങൾ ഒരേ നിറം, ഒരേ മണ്ണ, ഒരേ മനസ്സ. പിന്നെന്താ. കുഞ്ഞിമൂശയുടെ സ്കൂൾ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഫാബിർ. ഈ പുസ്തകത്തിൻ്റെ പേര് മൃഗകഥകൾ എന്നാണ്. ഈ പുസ്തകം എഴുതിയത് മലയത്ത് അപ്പുണ്ണി, ചിത്രീകരണം ഗിരീഷ് കുമാർ TV. ഞാൻ വായിച്ച കഥയുടെ പേര് കരടിയും മുട്ടനാടും. പെട്ടെന്നാണ് ഒരു കരടി മുൻപിൽ വന്നത്. പുല്ല് ചവച്ചു തിന്നുകയായിരുന്ന മുട്ടനാട് ഭയത്തോടെ നോക്കി. കരടി തന്നെ വെറുതെ വിടില്ല. കടിച്ചു കീറും. രക്ഷപ്പെടാൻ എന്താണൊരു വഴി? ധൈര്യം സംഭരിച്ചു കരടിയുടെ മുൻപിൽ കരുത്തുകാട്ടി നിന്നു. ശ്രദ്ധിക്കാത്ത മണ്ടിൽ പുല്ല് തിന്നുകൊണ്ടിരുന്നു. കരടിക്കു തോന്നി, എന്താണിവൻ തന്നെ കണ്ടിട്ടും പേടിച്ചോടാത്തത്? മുൻപിൽ നിൽക്കുന്ന ഈ ആട് സാധാരണ ആടല്ലേ? മൂർച്ചയുള്ള കത്തിപ്പോ മാതിരി 2 കൊമ്പുകൾ. ചെറുതാണെങ്കിലും കണ്ടിയുള്ള വാൽ. കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന 2 സഞ്ചികൾ. കണ്ടിട്ടും ഗൗനിക്കാതെ നിൽക്കുന്ന ആടിനോട് കരടി ചോദിച്ചു, നീ എന്തിനാണ് മൂർച്ചയുള്ള കത്തി
കരടിയുമായി നടക്കുന്നത് ആക്രമിക്കാൻ വരുന്ന ജീവികളെ കുത്തി വീഴ്ത്താൻ. പിന്നിൽ കോടാലി പോലെ കാണുന്നതോ പിന്നിൽ കൂടി ആക്രമിക്കാൻ വരുന്നവരെ തുരത്താനുള്ള ഒരു ആയുധമാണ് അത്. കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന സഞ്ചിയിൽ എന്താണുള്ളത്? ഞങ്ങൾക്ക് കരടി മാംസം വളരെ ഇഷ്ടമാണ്. അതു കിട്ടിയാൽ പിന്നെ തിന്നാൻ മറ്റൊന്നും വേണ്ട. മാംസഭക്ഷണം കഴിച്ചാൽ വായ തുടക്കാനുള്ള തുണിയാണ് സഞ്ചിയിൽ. അതു കേട്ടപ്പോൾ കരടിക്കു പേടിയായി. ഈ ആടിനെ പിടികൂടാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഇവൻ ശരിക്കുള്ള ആടല്ല. കണ്ടില്ലേ, തടിയും മിടുക്കും. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. കരടി തിരിഞ്ഞോടി. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ കരടിയുടെയും മുട്ടനാടിൻ്റെയും സംഭാഷണം കേട്ടു നിന്നിരുന്ന ഒരു കുറുക്കൻ പിന്നാലെ ചെന്നു കരടിയോടു ചോദിച്ചു, അങ്ങ് എന്തിനാണ് ആ ആടിനെ കണ്ടു പേടിച്ചോടിയത്? അത് ഒരു സാധാരണ ആടല്ല. കണ്ടില്ലേ, കത്തി പോലുള്ള കൊമ്പുകളും കോടാലി പോലുള്ള വാലും മുട്ടനാടിനോട് ഒറ്റക്ക് ഏറ്റുമുട്ടാൻ കുറക്കു സാധിക്കില്ല. അവൻ്റെ കുത്തും ചവിട്ടും കേട്ടാൽ കുറുക്കൻ ചത്തുവീഴും. കരുത്തനായ കരടിയെ പിടിച്ചാൽ തനിക്കും വയർ നിറക്കാം. കുറുക്കൻ കരടിയോടു പറഞ്ഞു, അമ്മാവാ, അത് ഒരാടു തന്നെയാണ്. നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് അവനെ പിടികൂടാം. കരടി കുറുക്കൻ്റെ കൂടെ നടന്നു. അവർ മുട്ടനാടിൻ്റെ അടുത്തെത്തി. മുട്ടനാടു കരുതി കുറുക്കൻ കരടിക്ക് വല്ല സൂത്രവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കരടിയോ
കരടിയെ ഓടി കാനുള്ള വഴി കണ്ടെത്തി. കുറുക്കനോട് ഇങ്ങനെ പറഞ്ഞു: എടോ കുറുക്ക, ഈ കരടിയെ വീണ്ടും എൻ്റെ അടുത്തെത്തി കാമെന്ന വാക്ക് നീ പാലിച്ചോ? നമുക്ക് രണ്ടു പേർക്കും കൂടി ഇവനെ കൊന്നു ഭക്ഷിക്കാം. ഇന്നത്തെ ആഹാരത്തിനു വകയായി. അതു കേട്ട് കരടി ജീവനും കൊണ്ട് ഓടിപ്പോയി. കുറുക്കനും സന്തോഷപ്പെട്ടു. ഹായ് കൂട്ടുകാരെ, ഞാൻ വായിച്ച പുസ്തകത്തിൻ്റെ പേരാണ് കുട്ടിക്കഥകൾ. ഇതിലെ ഒരു ചെറിയ കഥയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. കരടിയും വാലും. ഒരിക്കൽ ഒരിടത്ത് നല്ല നീളൻ വാലുള്ള ഒരു കരടി ഉണ്ടായിരുന്നു. ഒരു ബക്കറ്റുമായി നിറയെ മീനും തൂക്കി പോകുന്ന ഒരു കുറുക്കനെ കരടി കണ്ടുമുട്ടി. നിനക്ക് മത്സ്യങ്ങൾ എവിടെ നിന്നു കിട്ടി? കരടി ചോദിച്ചു. മോഷ്ടിച്ചതാണെങ്കിലും അവ താൻ പിടിച്ചതാണെന്നു കുറുക്കൻ കളവു പറഞ്ഞു. അവയെ എങ്ങനെയാണ് പിടിച്ചതെന്ന് കരടി ചോദിച്ചു. കുറുക്കൻ പറഞ്ഞു, അത് വളരെ ലളിതമാണ്. ഹിമപാളിയിൽ ഒരു തുളയുണ്ടാക്കുക. അതിനുശേഷം ആ തുളയിലൂടെ വാൽ അകത്തേക്കിടുക. മീൻ വന്ന് അതിൽ കടിക്കുകയും വാലിൽ കുടുങ്ങുകയും ചെയ്യും. കരടി അങ്ങനെ പരീക്ഷിച്ചു നോക്കി. പക്ഷേ മഞ്ഞ് വന്ന് ആ തുളയടയുകയും കരടിയുടെ വാൽ അതിൽ കുടുങ്ങുകയും ചെയ്തു. വളരെ ആയാസപ്പെട്ട് കരടി അവിടെ നിന്നും വാൽ വലിച്ചൂരിയെങ്കിലും വാലിൻ്റെ മുക്കാൽ ഭാഗവും അതിൽ കുടുങ്ങിപ്പോയി. അതിനുശേഷം ഒരിക്കലും ആ വാൽ വീണ്ടും വളർന്നില്ല. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് സ്വാലിഹ്. ഞാൻ പറയാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഗുണപാഠ കഥകൾ. ഈ ഗുണപാഠ കഥയിലെ ഒരു കൊച്ചു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയുടെ പേരാണ് രണ്ട് പാത്രങ്ങൾ. രണ്ട് പാത്രങ്ങൾ. കാറ്റും മഴയും ഉള്ള കാലമായിരുന്നു അത്. മഴ പെയ്ത് നാടെങ്ങും വെള്ളം പൊങ്ങി. വീടുകൾ പലതും വെള്ളത്തിൽ മുങ്ങി. ഒരു വീട്ടിൽ ഒരു മൺപാത്രവും ഒരു ചെമ്പ് പാത്രവും ഉണ്ടായിരുന്നു. രണ്ടു പേരും ഒഴുകി ഒരു നദിയിലെത്തി. അപ്പോൾ ചെമ്പുപാത്രം മൺകലത്തെ വിളിച്ചു പറഞ്ഞു, സുഹൃത്തേ, നിന്റെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്. നീ വളരെ ദുർബലമാണ്. എൻ്റെ അടുത്തേക്ക്
വന്നോളൂ, നിന്നെ ഞാൻ രക്ഷിക്കാം. മൺകലം പറഞ്ഞു. നിന്റെ ദയക്ക് നന്ദി സുഹൃത്തേ, എന്നാലും ഞാൻ നീന്തി കര പറ്റിക്കോളാം. അങ്ങനെ മൺകലം നീന്തി നദിയുടെ തീരം ലക്ഷ്യമാക്കി നീന്തി തുടങ്ങി. പക്ഷേ ചെമ്പുപാത്രം നീന്താൻ ശ്രമിച്ചപ്പോഴൊക്കെ വെള്ളത്തിൽ ആടിയിളകി ഉള്ളിൽ വെള്ളം നിറഞ്ഞു. വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം ആഴ്ചയിലെല്ലാം ദൗർബല്യം. താങ്ക് യു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് നെയ്ല മുഹമ്മദ്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരാണ് കുരുവിയും പൂച്ചയും. ഇത് എഴുതിയത് SR ലാൽ. നമ്മളെ പോലെ അവധിക്കാലം ആഘോഷിക്കുന്ന അമ്മുവിൻ്റെയും അമ്മൂമ്മയുടെയും സുന്ദരി പൂച്ചയുടെയും കഥയാണ്. നമുക്ക് കഥ തുടങ്ങിയാലോ? കുരുവിയും പൂച്ചയും. തീരെ പഴയൊരു വീടായിരുന്നു അത്. ഓട് കൊണ്ടുള്ള മേൽക്കൂര, അതിനു താഴെയായി മരം കൊണ്ടുള്ള മച്ച്, ചുറ്റും കാട് പോലെ മരങ്ങൾ. അമ്മുവിന് അത്ഭുതമായി. അവളുടെ അമ്മൂമ്മയുടെ വീടാണ്. അവൾ ആദ്യമായിട്ടാണ് അവിടേക്ക് വരുന്നത്. മുംബൈയിലാണ് അവളുടെ അച്ഛനും അമ്മയും. കാറിൽ അമ്മൂമ്മയുടെ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇതൊരു മൃഗശാലയാണോ എന്ന് ആദ്യം അവൾ അതിശയിച്ചു. മൃഗശാലയിലാണ് ഇത്രയും മരങ്ങൾ അവൾ കണ്ടിരിക്കുന്നത്. മരങ്ങൾ ആകെ തണലിട്ടതിനു താഴെയായി അമ്മൂമ്മയുടെ വീട്. കൂട്ടുകാരെ, ഇതാണ് അമ്മൂമ്മയുടെ വീട്. മരങ്ങൾക്കിടയിലാണ് അമ്മൂമ്മയുടെ വീട്. അവൾ മരങ്ങൾക്കിടയിലേക്ക് കണ്ണോടിച്ചു. എത്ര കിളികളാണ് ഇവിടെ! ഉപ്പയും കാക്കയും കുരുവിയും തത്തയും പിന്നെ പേരറിയാ കിളികളും. സംശയിച്ചതുപോലെ ഇതൊരു മൃഗശാല തന്നെയെന്ന് അമ്മുവിന് തോന്നി. വീട്ടിനകത്തു കയറിയപ്പോൾ കുളിരു വന്ന് തൊട്ടതുപോലെ അമ്മുവിന് തോന്നി. ഇനി പണി വരാനാണോ? നെറ്റിയിലും കഴുത്തിലും കൈപ്പത്തിന്റെ പുറകിനെ മുട്ടിച്ചു നോക്കി. അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. പനിയൊന്നുമില്ല. വീട്ടിനകത്തെ തണുപ്പ് വന്ന് മൂടിയതാണ്. ഇനിയൊരു മാസക്കാലം താൻ ഇവിടെ ഉണ്ടാവും. അത് ഓർത്തപ്പോൾ അമ്മുവിന് സന്തോഷം തോന്നി. എത്ര വിചിത്രമായ പറമ്പാണ്! എത്ര വിചിത്രങ്ങളായ ചെടികളാണ്! എത്ര സുന്ദരങ്ങളായ ചിത്രശലഭങ്ങളാണ്! വീട്ടിൽ അമ്മൂമ്മയെ കൂടാതെ ഉണ്ടായിരുന്നത് സുന്ദരിയും മക്കളുമായിരുന്നു. സുന്ദരി ഒരു പൂച്ചയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് സുന്ദരി പൂച്ചയെ കാണോ? ഇതാണ് സുന്ദരി പൂച്ച. വഴിയിൽ ആരോ ഉപേക്ഷിച്ചു പോയതായിരുന്നു ഇതിനെ. അമ്മൂമ്മ ചന്തയിൽ നിന്നും വരും വഴി കരഞ്ഞു വിളിച്ച് പുറകെ വന്നു. സുന്ദരി എന്ന പേര് അമ്മൂമ്മ ഇട്ടുകൊടുത്തതാണ്. അമ്മൂമ്മ സാധനം വാങ്ങുന്ന സഞ്ചിയിൽ അതിനെയും എടുത്തു. സുന്ദരി പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ കുഞ്ഞുങ്ങൾ അമ്മുവിനെ കാലിൽ ഉരുമി നടക്കും. അമ്മു അമ്മു
എന്നാണ് വിളിക്കുന്നത് എന്ന് അവൾക്ക് ചിലപ്പോഴൊക്കെ തോന്നും. അവളുടെ നിഴലു പോലെ പൂച്ചക്കുട്ടികളും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മുറ്റത്തുള്ള ഒരു മുല്ലപ്പടർപ്പ് വീട്ടിന്റെ മുകളിലേക്ക് മുല്ലപ്പൂവിന്റെ മണമാണ് ഇവിടെ. അതിൽ ഒരു കുരുവിക്കൂട് കണ്ടെത്തിയത് അമ്മുവാണ്. പിന്നീട് കുറെ ദിവസം അവൾ അതിന്റെ ചുവട്ടിൽ തന്നെയായിരുന്നു. അതിനെ ശല്യപ്പെടുത്തരുത് അമ്മു, എങ്കിൽ അത് പിന്നെ ഇങ്ങോട്ട് വരില്ല, അമ്മൂമ്മ ഓർമ്മിപ്പിച്ചു. ആര് കേൾക്കാനാണ്? അമ്മു അവിടെ തന്നെ കൂട്ടിൽ സുന്ദരിയും കുട്ടികളും. ഒരു ദിവസം ഉറക്കമെണീറ്റു വരുമ്പോൾ എന്തത് ഒരു അത്ഭുതം! മുല്ലപ്പടർപ്പിനിടയിൽ നിന്നും നേരത്തെ ശബ്ദം കേൾക്കുന്നു. ജനാലിൽ കയറി നിന്ന് അമ്മു കൂട്ടിലേക്ക് എത്തി നോക്കി. ഹായ്, കുരുവികൾ വിരിഞ്ഞിരിക്കുന്നു. അമ്മുവിനെ നോക്കി അവ കൊക്ക് പിളർത്തി. കൂട്ടുകാരെ, ഞങ്ങൾക്ക് കുരുവിയെ കാണണോ? ഇതാണ് കുരുവിക്കുഞ്ഞുങ്ങൾ. അവയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്താലോ അമ്മു എന്നു വിചാരിച്ചു. അപ്പോഴേക്കും തള്ളക്കിളി എത്തി. അത് അമ്മുവിനെ നേരെ ദേഷ്യത്തോട് ചെന്നു. അമ്മു പേടിച്ച് താഴെ ചാടി. പിന്നെ നിലവിളിച്ചോണ്ട് ഓരോട്ടം. തള്ളക്കിളി കൊത്താൻ വരുന്നു എന്നാണ് അമ്മു കരുതിയത്. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് കഥ ഇഷ്ടമായോ?